സഖാവ് എം സ്വരാജിന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിഞ്ഞില്ല. ഒരു വലിയ സാംസ്കാരിക ദുരന്തം എന്നല്ലാതെ നമുക്കൊന്നും പറയാനില്ല. അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി ഒരു എൻഡോമെൻ്റ് പ്രൈസ് കൊടുത്ത് ആദരിക്കാൻ തീരുമാനിച്ചു. ഇത് ഒരു സമാശ്വാസ സമ്മാനമായിട്ട് കൊടുത്താണോ അതോ അദ്ദേഹത്തിൻ്റെ സാഹിത്യം വായിച്ച് പുളകിതരായിട്ട് ജൂറി തീരുമാനിച്ച പ്രകാരം അദ്ദേഹത്തിന് കൊടുക്കാൻ തീരുമാനിച്ചാണോ എന്ന് നമുക്കറിയില്ല. ഏതായാലും സഖാവിനെ ഇങ്ങനെ ഒരു പുരസ്കാരത്തിന് തീരുമാനിച്ച വിവരം അറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആരാധകരും ബാക്കി സഖാക്കളുമൊക്കെ പുളകിതരായി. അവരുടെ കോരിത്തരിപ്പ് തീരുന്നതിന് മുമ്പ് ഈ ബിരുദന്മാരുണ്ടല്ലോ, സ്വരാജ് നിലമ്പൂർ മത്സരിച്ചപ്പോൾ ഇദ്ദേഹത്തെ പല രീതിയിലും ആക്ഷേപിക്കുകയും അവഹേളിക്കുകയും താറടിക്കുകയും ചവിട്ടി താഴ്ത്താൻ ശ്രമിക്കുകയൊക്കെ ചെയ്ത ഒരു പരിധി വരെ അതിലൊക്കെ വിജയിച്ച ആളുകൾ അവരെല്ലാവരും കൂടി ചേർന്നിട്ട് പുള്ളിക്കെതിരെ പ്രത്യാക്രമണം ആരംഭിച്ചു. ഇദ്ദേഹത്തിൻ്റെ സാഹിത്യം വളരെ പോട്ടയാണെന്നും പൂക്കളുടെ പുസ്തകം എന്ന ഈ അവാർഡിതമായ ഗ്രന്ഥത്തിലെ ഗണ്യമായൊരു ഭാഗം കോപ്പിയടിയാണെന്നും വിക്കിപീഡിയ നോക്കി എഴുതുകയാണ് എന്നൊക്കെ അവർ കണ്ടെത്തി. മാത്രമല്ല വളരെ അക്ഷന്തവ്യമായ തെറ്റുകൾ അതിനകത്തുണ്ട് എന്ന് ചിലർ കണ്ടെത്തി. അതിനൊക്കെ ഉദാഹരണങ്ങൾ എണ്ണി പറഞ്ഞു. ഒരു ചിന്തകൻ പറഞ്ഞത് ഇത് സ്വരാജ് സഖാവ് എഴുതിയതാവാൻ സാധ്യതയില്ല. കാരണം സ്വരാജിനെ പോലെ ബുദ്ധിമാനായ പ്രതിഭാശാലിയായ ഒരു സഖാവിന് ഇത്രയധികം വിഡിത്തങ്ങൾ എഴുതാൻ പറ്റുകയില്ല. ഇത് അദ്ദേഹത്തിൻ്റെ പേര് വെച്ച് വേറെ ഏതോ കുബുദ്ധി എഴുതി പ്രസിദ്ധീകരിച്ചതാകാൻ സാധ്യതയുണ്ട്. ഏതാണ്ട് ചിന്താ ജെറോമിൻ്റെ ഡോക്ടറൽ പ്രബന്ധം പോലെ എന്തോ ആണ് ഇദ്ദേഹത്തിൻ്റെ ഈ പൂക്കളുടെ പുസ്തകം എന്നാണ്. അതിന് ഉദാഹരണങ്ങളൊക്കെ എണ്ണിപ്പോൾ ഈ തമിഴ്നാട്ടിലെ വിമോചന പുലികളുടെ ഒരു ദേശീയ പുഷ്പമുണ്ട്. അതേക്കുറിച്ച് എഴുതിയിട്ടുള്ള ലേഖനത്തിൽ ഇതുപോലുള്ള ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. സാഗർ അലിയാസ് ജാക്കി എന്ന് പറഞ്ഞ പോലെ ഒരു നേതാവിൻ്റെ പേര് എഴുതിയപ്പോൾ ഏലിയാസ് എന്ന് ചേർത്തു. അപ്പോൾ ഇയാൾ ഈ കോതമംഗലത്തോ പിറവത്തോ ഉള്ള ഏതോ യാക്കോവായക്കാരനാണ് എന്ന് വായിക്കുന്നവർ തെറ്റിദ്ധരിക്കും എന്ന രീതിയിലാണ് ഈ വിമർശകന്മാർ പറയുന്നത്. അതുപോലെ മറ്റൊരുപാട് തെറ്റുകൾ ആളുകൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. തെറ്റില്ലാത്ത ഏത് പുസ്തകമുള്ളത്? ടോൾസ്റ്റോയുടെ വാർ ആൻഡ് പീസിൽ വരെ തെറ്റുകളുണ്ട്. അതൊക്കെ ആൾക്കാർ ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. അതിലൊന്നും ഒരു തെറ്റുമില്ല. തെറ്റുകൾ വരുന്നതിന് എന്തിനു വേണ്ടിയിട്ടാണ്? സൂക്ഷ്മമായി വായിക്കുന്ന ആളുകൾക്ക് അത് ചൂണ്ടിക്കാണിക്കാനും തിരുത്താനും വേണ്ടിയിട്ടാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.